നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉളുപ്പ്, ഒരല്പമെങ്കിലും ഉളുപ്പ് വേണം എൻ്റെ കേശുക്കാരെ. കാരണം എന്താണെന്നല്ലേ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണെന്നും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാണെന്നും എൻ്റെ പൊന്നു KSUക്കാരെ പൊതുജനത്തിന് മനസ്സിലാകും. കാരണം അവർ നിങ്ങളെപ്പോലെ കഴുതകളല്ല, അത് മനസ്സിലാക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് KSUക്കാരോട് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നാളിത്രയായി ഈ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് 2021 വരെയുള്ളൊരു കാലഘട്ടം. കേരളത്തിൽ ഏറ്റവും അധികം സംഖ്യവൽക്കരണത്തിനെതിരായി ഒരു വലിയ സമരവും അതോടൊപ്പം ജാഥകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് തെക്ക് മുതൽ വടക്കേ അറ്റം വരെ തമ്പാക്ക് തുപ്പി ചുവപ്പിച്ച് പോയ ഒരു മനുഷ്യനാണ്. എന്നിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ കാവി ഉടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച ഒരു സർക്കാരുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇടതുപക്ഷമെന്ന് തന്നെയാണെന്നേ, അത് മനസ്സിലാക്കുക. ഇന്നിപ്പോൾ KSU കാണിക്കുന്ന അങ്ങേ അറ്റത്തെ പ്രഹസനമാണ്, നാണമില്ലാത്ത നാറിയ പ്രഹസനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അന്നത്തെ ഗവർണർ, ഈ സംഘീവൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികളിലും പുറത്തും തെരുവിലുമൊക്കെയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്ന ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് KSU എന്നായിരുന്നില്ല, SFI എന്നായിരുന്നു. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ സംഖ്യവൽക്കരണം നടത്തിയപ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ആ SFIക്കാരെ കുറ്റം പറയുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് KSU എന്ന് തന്നെയാണ്, കേരള സ്റ്റുഡൻസ് യൂണിയൻ. SFIക്കാരെ കുറ്റം പറയുന്നു. ഏറ്റവും കൂടുതൽ അവരുടെ തലമുതിർന്ന നേതാവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ SFIക്കാരെ കുട്ടികളെ ഗുണ്ടകൾ എന്ന് വിളിച്ചു. അത് രണ്ടുപേരുടെയും ഭാഷയും സ്വരവും ഒന്ന് തന്നെയായിരുന്നു. അതായത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘിയായ ആ ഗവർണറുടെയും നമ്മുടെ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും രണ്ടിൻ്റെയും ശബ്ദവും സ്വരവും ഒന്ന് തന്നെയായിരുന്നു. രണ്ടുപേരും SFIക്കാരെ കുട്ടികളെ വിളിച്ചത് എന്താണെന്നറിയുമോ? ഗുണ്ടകൾ, SFI ഗുണ്ടകൾ എന്ന് വിളിച്ചാക്ഷേപിച്ചു. ആ ആൾ തന്നെയാണ്, ആ പ്രതിപക്ഷ നേതാവ് ഗോൾവർക്കറുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് കുനിഞ്ഞ് വിളക്ക് കൊളുത്തി തൊഴുതു നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അന്ന് SFIയുടെ നേതാവായ ശിവപ്രസാദ് പുറത്തേക്ക് വിടുകയും അത് ഉയർത്തി കാണിച്ചുകൊണ്ട് സമരം നയിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്. ആ സമര ചരിത്രം കണ്ട കേരളത്തിൻ്റെ മുന്നിലേക്ക്, കേരള ജനതയുടെ മുന്നിലേക്ക് അവരെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് കോമരം തുള്ളിയിട്ട് കാര്യമില്ല KSU നേതാക്കന്മാരെ എന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? പറയുന്നത് 2026 ജൂൺ മാസം 4-നാണ് അവിടെ MG യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക്, 30 അംഗ സെനറ്റിലേക്ക് 19 സംഘികളെ നിയമിക്കുന്ന തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ദിവസം എത്ര കഴിഞ്ഞു പോയി? 12 ദിവസങ്ങൾ കഴിയുന്നു. ഈ 12 ദിവസങ്ങൾക്കിപ്പുറത്ത് നിന്നുകൊണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതുവരെയായി ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്ന നാണം കെട്ട പരിപാടിയല്ലേ? അന്ന് എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? ജൂൺ മുതൽ ഇന്ന് 16-ാം തീയതി വരെ എത്തി നിൽക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ പോലും പ്രതികരിക്കാനോ ഒരിക്കൽ പോലും ഈ പറയുന്ന ഗവർണർക്കെതിരായി ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ തയ്യാറായിട്ടില്ല ഈ KSU എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന. മാറി നിൽക്കുകയായിരുന്നില്ലേ? ഈ പറയുന്ന KSUവിൽ നിന്നും മുതിർന്നു വന്ന് ഇന്ന് മന്ത്രിപദത്തിലിരിക്കുന്ന റോജി M. ജോൺ എന്ന് പറയുന്ന അങ്കമാലിക്കാരൻ, ആ അങ്കമാലിക്കാരനായ മന്ത്രിയും എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ ഗവർണറുമായി ഒരു ഗുസ്തി മത്സരത്തിനില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഗവർണറുടെ എല്ലാ തീരുമാനങ്ങൾക്കും മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിനെതിരായി എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ ഉരിയാടുകയോ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ചരിത്രമാണ്. അതിനിടയിലാണ് വെറും പ്രഹസനമാക്കിക്കൊണ്ട്, വെറും പ്രഹസനം കാണിക്കാൻ വേണ്ടി ഞങ്ങളുണ്ട് ഇവിടെ പ്രതികരിക്കാൻ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുറെ KSUക്കാർ MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പിത്തലാട്ടം നടത്തുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും, അങ്ങനെ തന്നെയേ പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ പിത്തലാട്ടം നടത്തുന്ന ഈ KSUക്കാരുടെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്? ഇവിടെ ഈ പറയുന്ന 3 പേര് കഴിഞ്ഞ മോഹൻ ഭഗവതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 3 VC-മാർ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ. അന്നൊന്നും ചോദിച്ചില്ല, അവരോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഈ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി.
എന്നിട്ട് ബാക്കിയുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള ഈ പറയുന്ന നമ്മുടെ മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞ എന്താ, ഞങ്ങളുടെ കാലത്ത് 3 പോയതുള്ളെങ്കിൽ അന്ന് പിണറായി വിജയന്റെ കാലത്ത് 4 VC-മാർ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയല്ലേ ചെയ്തത്. അന്നും ശക്തമായ ഭാഷയിൽ ആ VC-മാർക്കെതിരെ പ്രതികരിച്ചത് അന്ന് ഇടതുപക്ഷ സർക്കാർ തന്നെ ആയിരുന്നേ. ഇവിടെ വൈസ് ചാൻസലർമാരെ താൽക്കാലിക VC-മാരെ നിയമിക്കേണ്ടത് സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി വിധി വാങ്ങി ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ച ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ ഇടതു മന്ത്രിസഭ തന്നെയാണ്. അതും ഈ പറയുന്ന KSUക്കാരോ ഈ യൂത്ത് കോൺഗ്രസ്സുകാരോ റോജി എം ജോണിനെ പോലെ നട്ടല്ലില്ലാത്ത മന്ത്രിയോ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് റോജി എം ജോൺ ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്, കൃത്യമായി അപലപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഫേസ്ബുക്കിൽ വന്ന് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. അതാ ഇന്നലെ പലരും പറഞ്ഞു കേട്ടു അവർ രാജിവെക്കണം. KC വേണുഗോപാലാണ് പറഞ്ഞത്, ആ VC-മാർ രാജിവെക്കണം. അത് കുറച്ചുകൂടെ അന്തസ്സുള്ള ഒരു പ്രതികരണമായി തോന്നുന്നു. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ സംഘിവൽക്കരണത്തെയും കണ്ണടച്ചുകൊണ്ട് അവർക്ക് വേണ്ട എന്താ പറയുക, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ അവരെ വളർത്താൻ വേണ്ടി. അതല്ലാതെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളേ അല്ല ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ അതിൽ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ സംഘിവൽക്കരണത്തിനെ എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KSUക്കാർ എന്ത് ചെയ്തു, ഈ പറയുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ സമരം ചെയ്തില്ലെങ്കിൽ വലിയ മോശമായി പോവും, ആൾക്കാർ വേറൊരു തരത്തിൽ ധരിക്കും, SFIക്കാരെ ക്രെഡിറ്റ് കൊണ്ടുപോകും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും വെറുതെ ഈ എന്താ പറയുക നമ്മുടെ ജലബീരങ്കിയുടെ മുന്നിൽ പോയി വിരിമാറ് കാണിച്ച് നിന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും നല്ല പ്രഹസനമായിട്ടുണ്ട്. ഒരു ഉളുപ്പില്ലായ്മ എപ്പോഴെങ്കിലും തോന്നുന്നില്ലേ എന്നാണ് ഞങ്ങൾക്കുള്ള ഒരു പൊതുവിലുള്ള ഒരു സംശയം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.